നമ്മൾ ഈ തന്താന്ന് പറയുന്നത് മോശമായതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ ഫാദറൊക്കെ അത് കേട്ടാ, ഫാദറൊക്കെ വീട്ടില്ലേ, അപ്പൊ ഫാദറൊക്കെ കേട്ടാ ഭയങ്കര മോശമല്ലേ? ഓനെന്താ ചെയ്യണ അവിടെ? കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം, പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. പരമാറി നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം? ബോറം നിനക്ക് വേണം. ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്ന്. മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കരെടുക്കുക. അത് ശരി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ ദായോളിയാണ്. മോഹൻലാലും മോഹൻലാലിന്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന്. അല്ല, അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇവരെ നമുക്ക് അടിച്ചമർത്തുന്നോണ്ട് എന്താണ് എല്ലാരും ഉയരങ്ങളിലേക്ക് പോട്ടെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പക്ഷേ അങ്ങനെയല്ല, മനുഷ്യരല്ലേ. ഇല്ല, അഹങ്കാരിയാണ് മമ്മൂട്ടി. ഒന്നും ചെയ്യാതെ വെറുതെ ഒരു മൂലയ്ക്ക് ഇരുന്നാ മതി, അടി അവനപ്പെട്ട ചോദിച്ചു വാങ്ങും. അത്രയ്ക്കും എടുക്കുന്ന നമ്മ അഹങ്കാരം ഒരിക്കലും വെച്ചുറപ്പിക്കില്ല. അല്ല, കേരളത്തില് നമ്മ മൊത്തത്തില് ജനാധിപത്യം നമ്മ നോക്കല്ല, നമ്മുടെ ന്യായപരമായിട്ടുള്ള ഇതാണ്. ഞാൻ എന്ത് ചെയ്തു? മോഹൻലാല് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അതാണ് ഇത്. ഈ വളിമങ്കി ചേട്ടന് കൈ കിട്ടിയിരുന്നെങ്കിൽ 4 നല്ല കാര്യം പറഞ്ഞു കൊടുക്കും. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അതുകൊണ്ടൊന്നും പറയാൻ കേട്ടോ. ലാലേട്ടന്റെ ഫാൻസിന്റെ കൈ കിട്ടിയാൽ തന്നെ മതിയാവും. ഓനൊക്കെ ഇതൊന്നും ശരിക്കും ലാലേട്ടൻ ഫാനായിട്ട് ഞാൻ അംഗീകരിക്കും. അല്ല, ഇതൊന്നും ഫാനല്ല. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണം ആഗ്രഹിക്കും. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിയിടിക്കും. ഇതൊക്കെ എന്താ പറയുക? ഇതിന് ഈ ഒരു കമന്റ് കൂടി ഒന്ന് വായിക്കും. ഇതിനൊപ്പം വായിക്കും. ഇയാൾ എന്റെ വീടിന്റെ അടുത്തുള്ള അയൽക്കാരനാണ്. തനി അര കിറുക്കുള്ള ഒരുത്തൻ. ഒരു വിധത്തിലുള്ള ഫാൻസ് അസോസിയേഷനിലോ ഒന്നിനും ഇയാൾ ഉള്ളതായി അറിവില്ല. കാവി പട രക്തത്തിൽ അലിഞ്ഞതിന്റെ പ്രശ്നം വർഗീയ വിഷത്തിന്റെ അടിത്തറ. സംശയമൊന്നുമില്ലല്ലേ? ഈ നാട്ടിൽ കാപ്പ കുത്തി ഓടിക്കേണ്ട ചെറ്റിയാണ്. വിളിത്താൽ കൊടിയും മടിയും ആ കുടുംബം എങ്ങനെ സഹിക്കുന്നു? ഇവനെയൊക്കെ പിടിച്ച് അകത്തിട്ട് തന്നാൽ പോലീസ് ഏമാന്മാരോട് അത്രയും നന്ദി, സ്നേഹം. മനസ്സിലായില്ലേ? വർഗീയത. പുരുഷേട്ടനെങ്ങാനും അറിഞ്ഞാ പിള്ളച്ചന്റെ ഫോട്ടോയില് മാലയിട്ട് ചന്ദനത്തിലെത്തിക്കേണ്ടി വരും. വെടി വെച്ച് ചതറിക്കും. പിന്നെ അതെങ്ങനെ എടുത്തിടാന്നുള്ളത് അതന്നെയാണ്, പേര് തന്നെയാണ് പ്രശ്നം. ഇമ്മാതിരി വർഗീയ വിഷം തുപ്പുന്ന വേട്ടാവളിയന്മാരെ ഞാൻ പറയുമ്പോ എന്താ അറിയോ, ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാൻ തന്നെ പാടില്ല. മനസ്സിലാക്കണം, ഇവിടെ പോലീസ് ഉള്ളതുകൊണ്ടും പോലീസിനെ കൈ കെട്ടി നല്ല ഇടി കിട്ടുന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങിയമാരെ വാതിലും കുത്തി തുറന്ന് ബലാത്സംഗം ചെയ്ത് കൊള്ളടിച്ച് പോകാത്തത്.